ഗോകുൽ, ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ആരൊക്കെയാണ് ഇപ്പോൾ സ്റ്റേഷനിലുള്ളത്? ഈ ജോൽസിനൊപ്പം ഇരുത്തി എല്ലാവരും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണോ, വെവ്വേറെ ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലാണോ? മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് പോലീസ് എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കാൻ വരാനുള്ള സാധ്യതയുണ്ടോ? ദിവിഷ പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ എസ് പി പ്രതികരിച്ചിരുന്നു. റൂറൽ എസ് പി തന്നെ പ്രതികരിച്ചിരുന്നു. അതിൽ കൃത്യമായി പറയുന്നത് ഈ പഴുതടച്ചുള്ള ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് മുൻപോട്ട് പോകുന്നത്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള വിവരം വേണം ഈ കാര്യത്തിൽ. എന്തുകൊണ്ട് കുട്ടിയെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യത്തിന് ഒരു വ്യക്തത വേണം. വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായി ഈ ആക്ഷേപം ഉന്നയിച്ച നാട്ടുകാരടക്കമുള്ളവരുണ്ട്. അവരുടെ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ജോൽസിനെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഈ കുടുംബം ചില അന്ധവിശ്വാസങ്ങൾ ദുരാചാരങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ഈ പ്രദേശവാസികൾ ആദ്യം ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ആ ആക്ഷേപങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ജോൽസിനെ വിളിച്ചു വരുത്തി അന്വേഷണം മുൻപോട്ട് പോകുന്നത്. ഇപ്പോൾ നിലവിൽ ഈ സ്റ്റേഷനിലുള്ളത് ശ്രീധുവിന്റെ ഭർത്താവായിട്ടുള്ള ശ്രീജിത്ത്, അതേപോലെ തന്നെ ആദ്യത്തെ കുട്ടി, മൂത്ത കുട്ടി, അതേപോലെ മുത്തശ്ശിയുണ്ട്, അതേപോലെ ശ്രീജുവിന്റെ അച്ഛൻ. ഇത്രയും പേരാണ്, ശ്രീജിത്തിന്റെ അച്ഛൻ, ഇത്രയും പേരാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത്. ഒപ്പം ഈ ജോൽസിനെ കൂടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ശ്രീജിത്തിന്റെ അച്ഛനും പോലീസിന് നൽകിയ മൊഴി, ഇതിൽ ശ്രീധുവിന് പങ്കുണ്ടോ എന്ന്, തന്റെ ഭാര്യയ്ക്ക് പങ്കുണ്ടോ, കുട്ടിയുടെ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ താൻ ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുമാറി നിന്നതും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ കുടുംബ പടലപ്പിണക്കത്തിന്റെ പ്രധാന കാരണമായിട്ടുണ്ടായ ഈ പറയുന്നത് ശ്രീജിത്ത് പോലീസിന് മുൻപിൽ മൊഴി നൽകിയിട്ടുള്ളത് ഇത്തരത്തിൽ ചില അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബം മുൻപോട്ട് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും ഒരു ജോത്സ്യനെ കണ്ട് സംബന്ധിച്ച ശേഷമാണ് കാര്യങ്ങളിലേക്ക് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഒരു തീരുമാനം പോലും സ്വന്തമായി എടുക്കാതെ ജോത്സ്യനെ കണ്ടുകൊണ്ട് പോകുന്ന ഒരു കുടുംബമായിരുന്നു എന്നുള്ള ചില നിർണായക വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. താൻ പറയുന്നതൊന്നും ഭാര്യ അനുസരിക്കാറില്ല, അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ നിൽക്കാത്തത്. അതുകൊണ്ട് തന്നെ ഈ ബന്ധം മുൻപോട്ട് അത്ര സുഗമമായി പോകാത്തത് കൊണ്ട് തന്നെയാണ് വീട്ടിൽ നിൽക്കാത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് ശ്രീജിത്ത് മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ വ്യക്തമായ അന്വേഷണം വേണമെന്നാണ് ശ്രീജിത്ത് മൊഴികളാണ് ഇപ്പോൾ വരുന്നത്. ശ്രീധുവിനെതിരെ ഭർത്താവിന്റെ മൊഴി കൂടി പോലീസിന് മുൻപിലേക്ക് വരികയാണ്.